നിരവധിയായ അഭ്യൂഹങ്ങൾക്കിടയിലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അതിൻ്റെ ഫൈനൽ ടച്ചപ്പിലേക്ക് പോവുകയാണ്. അതായത് ഷുവർ സീറ്റായിട്ട് കോൺഗ്രസ്സുകാർ കരുതുന്ന സീറ്റുകൾ അത് AICCക്ക് നൽകിയിരിക്കുകയാണ്. അതിനകത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശിൻ്റെ പേരുണ്ട്. ഹരിപ്പാട് MLA ആയിട്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമായിരുന്ന രമേശ് ചെന്നിത്തലയുടെ പേരുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പേരുണ്ട്. ഇത്തരത്തിൽ സിറ്റിംഗ് MLA മാരുടെ പേരുകളുണ്ട്. സണ്ണി ജോസഫിൻ്റെ പേരുണ്ട്. എന്നാൽ ഇതിനകത്ത് ഇടം പിടിച്ചിരിക്കുന്നതിൽ K സുധാകരനും VM സുധീരനും K മുരളീധരനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും മത്സരിക്കേണ്ട അനിവാര്യത കൂടി KPCC യോഗം നിർണായകമായി ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുകയാണ്. മുൻ KPCC അധ്യക്ഷനായ K സുധാകരന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. വടക്കൻ മലബാറിൽ പിന്നോക്ക വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് എത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഒരു ഘടകം K സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. കണ്ണൂർ ലോക്സഭാ സീറ്റിൽ ഇടത് കോട്ടയായിരുന്ന ആ ലോക്സഭാ സീറ്റിൽ വലിയ രീതിയിലുള്ള പോരാട്ടത്തിലൂടെ ആ സീറ്റ് UDFിലേക്ക് എത്തിച്ചത് K സുധാകരൻ തന്നെയാണ്. ഒരുപക്ഷെ അപ്രാപ്യം എന്ന് കരുതിയ പല അത്ഭുതങ്ങളും K സുധാകരനിലൂടെ സംഭവിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ കുത്തക മണ്ഡലമാണ് കണ്ണൂർ, നമുക്കറിയാം. അവിടെ തളിപ്പറമ്പടക്കം പാർട്ടി ഗ്രാമങ്ങളിൽ K സുധാകരൻ ലീഡ് ചെയ്യുന്നതും വിള്ളലുണ്ടാക്കിയതുമൊക്കെ ഇടതുപക്ഷത്തിന് ദഹിക്കുന്ന പോലുമില്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷം പ്രമേയത്തിൽ ഉൾപ്പെടെ പറയുന്നത്, അവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇടതുപക്ഷത്തിന് വോട്ട് ചോർച്ച പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് തന്നെ ബേസിക്കായി ഉണ്ടായിരിക്കുന്നു. ഇത് പരിഹരിക്കപ്പെടാൻ എങ്ങനെ കഴിയും എന്നുള്ളത് കൂടിയാലോചിക്കുകയാണ്. നമുക്കറിയാം, കണ്ണൂർ ലോക്സഭയിൽ മാത്രമല്ല, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലായിരുന്നാലും ഓരോ ഡിവിഷനുകളായിരുന്നാലും ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ PP ദിവ്യയുടെ നെറികേട്, നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണമാക്കിയ അവരുടെ വിഷം വമിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ, അത് ആയുധത്തേക്കാൾ മൂർച്ചയേറിയ രീതിയിലാണ് അവരുടെ നാക്കിൽ നിന്നും വന്ന ആ വാക്കുകൾ ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നതിന് കാരണമായത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ഒരുപോലെ ഷൈൻ ചെയ്യണമെങ്കിൽ K സുധാകരൻ ആക്റ്റീവായി നിൽക്കണം. കേവലം ഒരു MP ആയി മാത്രം നിന്നാൽ പോരാ. UDFിൽ അവിഭാജ്യ ഘടകമായി K സുധാകരൻ്റെ സേവനം ഇനിയും ആവശ്യമാണ്. അദ്ദേഹത്തിന് 78 വയസ്സായി എങ്കിൽ പോലും ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്നുള്ളത് കൂടി KPCCയുടെ അധ്യക്ഷനായ K സുധാകരൻ്റെ പിൻഗാമിയായിട്ടുള്ള സണ്ണി ജോസഫ് തന്നെ ഉറച്ചു പറയുകയാണ്. നമുക്കറിയാം, KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിൻ്റെ പേര് പരാമർശിക്കപ്പെടാനുള്ള പ്രധാന കാരണം K സുധാകരൻ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കണ്ണൂരിലും DCC അധ്യക്ഷനായി K സുധാകരന് ശേഷം വന്നത് സണ്ണി ജോസഫ് തന്നെയായിരുന്നു. അതിനുശേഷമാണ് സതീശൻ പാച്ചേനിയും ഇപ്പോൾ മാർട്ടിൻ ജോർജുമെല്ലാം DCCയുടെ അധ്യക്ഷന്മാരായത്.